ഞാൻ ചെടികളൊക്കെ വല്ലാതെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് കേട്ടോ. ഞങ്ങൾ ഗുജറാത്തിൽ നിന്ന് വന്ന് ഇവിടെ താമസമാക്കി കഴിഞ്ഞപ്പോൾ എൻ്റെ ടൈം പാസിനായിട്ടായിരുന്നു ഞാൻ തുടങ്ങിയത് ഈ ചെടികളുടെ കേട്ടോ. അത് കഴിഞ്ഞ് അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം കുറച്ച് ഇലച്ചെടികളൊക്കെ ആയിരുന്നു ഓൺലൈൻ വാങ്ങിയതാണ്. 250 രൂപ കൊടുത്തിട്ട് ഞാൻ വാങ്ങിയ ഒരു പ്ലാന്റ് ആയിരുന്നു കേട്ടോ. ഇത് 2 വർഷം മുൻപ്. അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞ വർഷമായപ്പോഴത്തേനും ഇത് മൊത്തം ചെടി നിറഞ്ഞ് വളരാനുള്ള സ്ഥലം ഇല്ലാണ്ടായപ്പോൾ വീണ്ടും അതിനെ ഞാൻ വേറൊരു ചട്ടിയിലേക്കും കൂടി മാറ്റി വെച്ച് അങ്ങനെ അത് 2 എണ്ണത്തിലാക്കി ഞാൻ വച്ചായിരുന്നു. ഇപ്പം അത് വീണ്ടും വല്ലാതെ നിറഞ്ഞു കഴിഞ്ഞിട്ട് ഇപ്പോൾ വീണ്ടും അത് ഞാൻ വിചാരിച്ചു വേറെ കുറച്ച് കൂടുതൽ ഇതിൽ നിന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചേക്കാണ് കേട്ടോ. അപ്പോൾ അതിനുള്ള പണികളാണ്. അപ്പോൾ ഇത് കണ്ടോ, ഞാനിപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ മുകളിലാണ് നിൽക്കുന്നത്. അപ്പം വെളിയിലേക്കുള്ള വ്യൂ ആണ് കേട്ടോ ഈ കാണുന്നത്. നിറയെ മരങ്ങളും പച്ചയൊക്കെ ആയിട്ട് ജാതി ഉണ്ട്. പിന്നെ ഒരുപാട് ഫ്രൂട്ട്സിൻ്റെ ഒക്കെ അന്ന് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു, മാംഗോസ്റ്റീൻ, പിന്നെ വാഴ. അതിനിടയ്ക്ക് നല്ല മഴയാണ് കേട്ടോ. കാര്യം നിങ്ങൾക്ക് ഇത്ര ബ്രൈറ്റായിട്ട് കാണുന്നുണ്ടെങ്കിൽ പോലും മഴ നന്നായിട്ട് പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ഡിസ്റ്റർബൻസ് ഒക്കെ ഉണ്ടാവും വേണമെന്നുണ്ടെങ്കിൽ. ഞാനിപ്പോൾ വോളിയമൊക്കെ കുറച്ച് വെച്ചിട്ടാണ് ഞാനിത് പിടിച്ചിട്ടുള്ളത്. അപ്പം ഞാൻ ഈ ചെടി എടുത്തിട്ടുണ്ട്. ഈ ചെടി കണ്ട നിറഞ്ഞ് നിൽക്കുകയാണ്. ഇനി അതിനെ ഡിസ്ലൊക്കേറ്റ് ചെയ്തിട്ട് എനിക്ക് വീണ്ടും അത് മൊത്തം ചട്ടിയിൽ നിന്ന് എടുക്കേണ്ടി വരും. എടുത്തു കഴിഞ്ഞിട്ടേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിന് ഞാൻ കാര്യമായിട്ട് ഒരു വളമൊന്നും കൊടുക്കാറില്ല കേട്ടോ. അതുപോലെ സൺലൈറ്റും ആഴ്ചയിൽ ഒരു ദിവസം മാത്രമേ ഞാൻ ഇതിന് സൺലൈറ്റ് കൊടുക്കാറുള്ളൂ. ബാക്കിയുള്ള ദിവസമൊക്കെ ഞാൻ ഇങ്ങനെ വീടിൻ്റെ ഉള്ളിലായിട്ട് വയ്ക്കുന്ന മാതിരിയാണ് ഞാൻ വയ്ക്കാറുള്ളത് കേട്ടോ. ഇപ്പം ഞാനത് ചെടിയിൽ നിന്ന് വെളിയിൽ എടുത്തിട്ടുണ്ട്. ഇനിയിപ്പം അത് വേർതിരിക്കാനായിട്ട് നല്ല പാടാണ് കേട്ടോ. എന്തെങ്കിലും കത്തിയോ എന്തെങ്കിലുമൊക്കെ എടുത്തിട്ട് എനിക്ക് ചെയ്യേണ്ടി വരുന്ന തോന്നണേ. അതല്ലാന്നുണ്ടെങ്കിൽ കുറേ ദിവസമായി നേരത്തെ ചെയ്യണം വിചാരിക്കണം. ഇതൊരു പണി തന്നെയാണ്. ഒരു 2 മണിക്കൂർ നേരത്തെ ജോലി ഉണ്ടാവും. അപ്പോൾ അതാരം മടിച്ചിരിക്കുകയായിരുന്നു. ഇപ്പോൾ കുറച്ച് ഇലകളൊക്കെ ഞാൻ കളഞ്ഞ് എനിക്ക് വേർപ്പെടുത്താനുള്ള സൗകര്യത്തിനായിട്ട് ഞാനൊരു ബ്ലേഡ് എടുത്ത് കുറേ ഇലകളൊക്കെ ഞാൻ ഇങ്ങനെ കണ്ടിച്ച് കളഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതിനിടയ്ക്ക് ഞാൻ മണ്ണൊക്കെ ഞാൻ ശരിയാക്കി വച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് 50% മണ്ണും നമ്മുടെ സോയിലും ഗാർഡൻ സോയിലും പിന്നെ 50% മണലും പിന്നെ കുറച്ച് ചാണകപ്പൊടി ഞാൻ ഇട്ടിട്ട് പിന്നെ ഇത്തിരി കുമ്മായം ഇട്ട് വെച്ചിട്ട് ഒരു 15-20 ദിവസം മുൻപേ ഞാൻ ഇട്ട് വച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാൻ ശരിയാക്കി വെച്ചിട്ടുണ്ട്. എൻ്റെ മനസ്സിലുണ്ടായിരുന്നു ഇതൊന്ന് വേറെ വയ്ക്കണം. ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ മഴക്കാലമാണല്ലോ. അപ്പോൾ ചെടി നന്നായിട്ട് പിടിക്കാനായിട്ട് എളുപ്പമാണ്. നല്ല വെയിലത്തൊക്കെ വെച്ചാൽ ചിലപ്പോൾ ഇത് ഉണങ്ങി പോകാനുള്ള ചാൻസും ഉണ്ട്. അത് കാരണം ഞാൻ മഴ വരാനായിട്ട് വെയിറ്റ് ചെയ്യായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ ഓരോന്നായിട്ട് ചിലതൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് വിട്ടൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. അതൊക്കെ പോട്ടെ, എന്നാലും ഒരുപാട് കിട്ടും. ഇത് ഒരെണ്ണത്തിൽ നിന്ന് തന്നെ ഒരു 12 എണ്ണം ചെടിയൊക്കെ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നണേ കേട്ടോ. അത്രമാത്രം ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വന്നിട്ടുണ്ട്, ഓരോ കമ്പുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതിനാവുമ്പോൾ ഉണ്ടെന്നില്ല എന്നും വെള്ളം ഒഴിച്ചില്ലെങ്കിലൊന്നും കുഴപ്പമില്ല. ഇപ്പം നമ്മൾ 3-4 ദിവസം വെളിയിലൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാലും വെള്ളമില്ല എന്നുണ്ടെന്നുണ്ടെങ്കിലും അത് ഒരു കുഴപ്പമില്ലാതെ അവിടെ നിന്നോളും. നേരെ മറിച്ച് വെയിലത്ത് നിൽക്കുന്നതൊക്കെയാണെങ്കിൽ ഒരു ദിവസം നമ്മൾ പോയി കഴിഞ്ഞാൽ വെള്ളം ഒഴിച്ചില്ലെങ്കിൽ എല്ലാം വാടി പോകും. അങ്ങനത്തെ ഒരു അവസ്ഥയാണല്ലോ. ഇതിനങ്ങനെയൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ഈ ലീഫി പ്ലാന്റ്സൊക്കെ വളർത്തുന്നത് കുറച്ചുകൂടി എളുപ്പമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. ഈ പൂക്കളുള്ളത്, കാര്യം പൂക്കളുള്ള ചെടികളൊക്കെ നല്ല ഭംഗിയാണ്, അതിന് കാണാൻ നല്ല ഭംഗിയാണ്. പക്ഷേ ഇതിനും ഇലച്ചെടികൾക്കും അതിൻ്റേതായ ഒരു ഭംഗിയുണ്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത്. ഞാൻ പിന്നെ ഒരു 2 ആഴ്ച കൂടുമ്പോൾ ഒരു നനഞ്ഞ തുണിയൊക്കെ എടുത്തിട്ട് ഇതിൻ്റെ ഇലകളെല്ലാം തുടച്ച് നല്ല ഗ്ലേസിങ്ങൊക്കെ വരുത്തി നല്ല ഭംഗിയിലൊക്കെ വയ്ക്കും കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ വയ്ക്കണ കാരണം ഏതൊരു വന്നു കഴിഞ്ഞാലും ചിലപ്പോഴൊക്കെ ഒരു കമ്പ് തരുമെന്നൊക്കെ ചോദിച്ചൊക്കെ വരാറുണ്ട്. അപ്പോൾ ഞാൻ ചിലർക്കൊക്കെ ഒരു ഷൂട്ടൊക്കെ ഞാൻ എടുത്ത് അവർക്കിങ്ങനെ കൊടുക്കാറുണ്ട്. അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ കുറേ ചട്ടികളൊക്കെ ഞാൻ മേടിച്ച് വെച്ചിട്ട് മണ്ണൊക്കെ ഞാൻ ശരിയാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ എങ്ങനെ എത്ര കിട്ടുന്നൊന്നും അറിയില്ല. ഒരുപാട് സൈസ് ഇതുപോലെ ഇലച്ചെടികളൊക്കെ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. കലാത്തിയുടെ അങ്ങനെ ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഒന്നും എനിക്കത്ര ഇത്തിരി പോലും വെള്ളം അധികമായി കഴിഞ്ഞാൽ ഇത് വളരെ സെൻസിറ്റീവ് ചെടികളാണ് കേട്ടോ. ഇതെല്ലാം ഈ ചെടിക്ക് അത്ര കുഴപ്പമില്ല. അല്ലെങ്കിൽ കലാത്തിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ എത്ര കളർഫുള്ളായിട്ടുള്ള നല്ല ലീഫുള്ള ഒക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം എൻ്റെ കയ്യിൽ നിന്ന് ഇതുപോലെ വെള്ളത്തിൻ്റെ പ്രശ്നമാണോ അതോ ഞാൻ മിക്സ് ചെയ്ത മണ്ണിൻ്റെ ആണോ എന്ന് എനിക്കറിയില്ല കേട്ടോ. അതൊക്കെ പോയായിരുന്നു. കുറച്ചൊക്കെ ഉണ്ട്, ഞാൻ കാണിച്ചു തരാം കേട്ടോ അതെല്ലാം. അപ്പോൾ ഇത് ഞാൻ ആദ്യം ഒന്ന് ചെയ്തിട്ട് ഇത്രയൊന്നും അറിഞ്ഞ് എനിക്ക് വേറെ ഒരു ചെടി എനിക്ക് കിട്ടിയിട്ടില്ല കേട്ടോ. ആ മാതിരിയാണ്. അപ്പം അതുകൊണ്ട് ഞാൻ ഇത് തന്നെ ആദ്യം ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഇത് പക്ഷേ എനിക്ക് പേടിയില്ല. എന്താ വെച്ചാൽ കഴിഞ്ഞ വർഷവും ഇതിനെ ഞാൻ ചെടിയിൽ നിന്ന് മൊത്തം എടുത്തിട്ട് വേറെ ചട്ടിയിലൊക്കെ വെച്ച് ഞാൻ പിടിപ്പിച്ചായിരുന്നു. അതുകൊണ്ട് എനിക്ക് പേടിയില്ല.
ഈ മണ്ണാണെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ ആകെ ഇങ്ങനെ കുഴഞ്ഞിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഒന്നാമത്തേൽ മഴയാണല്ലോ, അപ്പോൾ അതുകൊണ്ട് ഇത്തിരി ഉണങ്ങാനുള്ള പാടും. അപ്പം ഞാൻ എന്താ ചെയ്യുക, ഈ അരിയൊക്കെ കഴുകുമ്പോൾ നമ്മുടെ കഞ്ഞിവെള്ളമൊക്കെ ഉണ്ടല്ലോ, കഞ്ഞിവെള്ളമല്ല അരിക്കാടി എന്ന് പറയില്ലേ, അതെല്ലാമാണ് ഞാൻ സാധാരണയായിട്ട് ഇതിന് ഒഴിച്ചു കൊടുക്കുക. വേറെ ഞാൻ കാര്യമായിട്ട് വളമൊന്നും ഇതിന് കൊടുക്കാറില്ല. അപ്പോൾ അതെങ്ങാനും ചിലപ്പോൾ ഉണങ്ങാണ്ടിരിക്കണം. ഇപ്പം എടുത്തേണ്ട നല്ല ഉതിർന്ന മണ്ണാണ് കേട്ടോ ഞാൻ എടുത്തേക്കുന്നത്. മണ്ണും മണലും ചാണകപ്പൊടി ഇത്ര മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ, വേറെ ഒന്നും എടുത്തിട്ടില്ല. വെള്ളം കെട്ടി നിൽക്കാൻ പാടില്ല കേട്ടോ, ഇതിൽ എപ്പോഴും വാർന്നു പോകണം, അങ്ങനെ ആയാലേ ഇത് പിടിക്കുകയുള്ളൂ. അപ്പോൾ അത് കാരണം അതനുസരിച്ച് വേണം നമ്മൾ എപ്പോഴും സോയിൽ ഉണ്ടാക്കാനായിട്ട്. ഒരിത്തിരി വെള്ളമൊക്കെ കെട്ടി നിന്ന് കഴിഞ്ഞാലുണ്ടല്ലോ ഇതെല്ലാം ചീഞ്ഞു പോകാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അതേമാതിരി എന്നൊന്നും ഇതിന് വെള്ളം കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ആഴ്ചയിൽ ഒരു 2 ദിവസമൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ധാരാളം മതിയാവും. ഇപ്പം നമ്മൾ വെളിയിൽ പോവുകയാണെങ്കിൽ പോലും ഒരാഴ്ചയൊക്കെ വെള്ളം ഇല്ലെങ്കിലും അത് അങ്ങനെ നിൽക്കണ്ടാവും. ഇതെൻ്റെ അനുഭവത്തിൽ നിന്നാണ് കേട്ടോ ഞാൻ പറയുന്നത്. എല്ലാവർക്കും അങ്ങനെയാണോ എന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ കുറേ ആയിട്ടുണ്ട്, ഒരു 10-12 ചെടിയൊക്കെ ഇത്തവണ എനിക്ക് കിട്ടുമായിരിക്കും. ഞാൻ എണ്ണി നോക്കിയിട്ടില്ല കേട്ടോ. പക്ഷേ ഇതൊക്കെ എല്ലാവരും പിടിക്കും കേട്ടോ. ഒരിത്തിരി താഴേന്ന് ഒരിത്തിരി വേരൊന്നും പോയി വിചാരിച്ചൊന്നും ഒരു പ്രോബ്ലം ഇല്ല കേട്ടോ. അപ്പോൾ എന്നോട് ഓരോരുത്തർ ഇങ്ങനെ ചെടിയുടെയൊക്കെ കാണുമ്പോൾ ഓരോരുത്തർ ചെടിയൊക്കെ എന്നോട് ചോദിക്കാറുണ്ട് കേട്ടോ, ഒരു ഷൂട്ട് തരുമോയെന്നൊക്കെ. പക്ഷേ എനിക്ക് ആർക്കും കൊടുക്കാനൊന്നും എനിക്ക് വിഷമമൊന്നുമില്ല. പക്ഷേ എനിക്കിത് ലൈവ് പ്ലാന്റ്സ് ആകുമ്പോഴേ അത് പാക്ക് ചെയ്യാനും അത് അയക്കലൊക്കെ ഭയങ്കര ഡെലിക്കേറ്റ് അല്ലേ ഇതൊക്കെ. അപ്പോൾ അതൊക്കെ പാക്കിങ്ങൊന്നും എനിക്കറിയില്ല. നമ്മുടെ ഓൺലൈനിൽ ഒരുപാട് പേരുണ്ട് ഇതുപോലെ ഈ ചെടികളുടെ ബിസിനസ് ചെയ്യുന്നവർ തന്നെ, മനസ്സിലായോ? എനിക്കിങ്ങനെ ചിലപ്പോൾ വളരെ അസൂയ തോന്നാറുണ്ട്, ഇവർ എങ്ങനെയാണ് ഇതൊക്കെ ചെയ്യണേന്ന് ഞാൻ തോന്നും. ഒരുപാട് ചെടികൾ ഞാൻ ഓൺലൈൻ മേടിച്ചിട്ടുള്ളതാണ് കേട്ടോ. കൂടുതലും എൻ്റെ ചെടികൾ നഴ്സറി പോയിട്ട് ഞാൻ വളരെ അപൂർവം മേടിച്ചിട്ടുള്ളൂ. അപ്പോൾ അതെല്ലാം ഇതുപോലെ, പക്ഷെ നല്ല കണ്ടീഷനോടുകൂടി ഞാൻ കൽക്കത്തയിൽ നിന്ന് വരെ ചെടി വരുത്തിയിട്ടുണ്ട് കേട്ടോ. ഈ നമ്മുടെ എന്താ പറയുക ബോഗൻവില്ല ഉണ്ടല്ലോ, അത് ഒരുപാട് ഞാൻ വാങ്ങിയിട്ടുണ്ട്. എല്ലാം നന്നായിട്ടിരുന്നിട്ടുണ്ട്. അപ്പം അങ്ങനെ ഞാൻ എല്ലാം കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത്തിരി വെള്ളം നനച്ച് ശരിയാക്കിയിട്ട് വേണം ഞാൻ കാണിച്ചു തരാമേ. അപ്പം അങ്ങനെ ഇന്നത്തെ ജോലി ഇപ്പോൾ ഇത്രയും ചെയ്തപ്പോൾ തന്നെ നേരം കുറേ ആയി കേട്ടോ. ഇതൊക്കെ ഇനിയിപ്പോൾ ഒരു 2 ആഴ്ചയെങ്കിലും ഇതിനധികം വെയിലൊന്നും തട്ടാതെ ഇത് ഉള്ളിൽ തന്നെ വയ്ക്കണം, എന്നാലേ ഇതിൻ്റെ ലൈഫ് തിരിച്ചു കിട്ടുള്ളൂ കേട്ടോ. അധികം വെള്ളവും കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പം ഇന്നത്തെ ഒരു ജോലി, ഇന്ന് സൺഡേ ആയിരുന്നപ്പോൾ ഈ ജോലിയായിരുന്നു കേട്ടോ ചെയ്തുകൊണ്ടിരുന്നത്. അതിൻ്റെ അപ്പുറം കാണുന്നുണ്ടോ, അതെല്ലാം ബോഗൻവില്ലയുടെ. ഇപ്പം മഴ വന്നു കഴിഞ്ഞപ്പോഴേ ഹൈബ്രിഡ് ബോഗൻവില്ല എന്താണെന്ന് വെച്ചാൽ ഒരുപാട് വെള്ളം നനയാൻ പാടില്ല. അപ്പം അതെല്ലാം ഞാൻ മുകളിൽ നിന്ന് കയറ്റിയിട്ട് താഴേന്ന് കയറ്റിയിട്ട് മുകളിൽ കൊണ്ടുവന്ന് വച്ചിട്ടാണ് എത്തിട്ട്. ഇവിടെ മഴ കൊഴിയുമ്പോൾ വെള്ളം വീഴില്ല അത് കാരണം. പക്ഷേ ചൂട് കിട്ടില്ല, സൺലൈറ്റ് കിട്ടണമല്ലോ, സൺലൈറ്റ് അങ്ങനെ കിട്ടില്ല, അതൊരു ബുദ്ധിമുട്ടുണ്ട്. എന്നാലും ഞാൻ കൊണ്ടുവന്ന് വെച്ചേക്കാം. എന്താ വെച്ചാൽ ഒരുപാട് വെള്ളം വീണ് കഴിഞ്ഞാൽ എല്ലാം ചീഞ്ഞു പോയാലോ. ഓരോ ചെടി ഞാൻ 500-600 രൂപയൊക്കെ കൊടുത്ത് വാങ്ങിയതായിരുന്നു കേട്ടോ ബോഗൻവില്ല. അത് കാരണം ഞാൻ അതെല്ലാം മുകളിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുള്ളത് കണ്ടു. ഇപ്പോൾ ഇതെല്ലാം ഞാൻ വെള്ളമൊക്കെ വെച്ച് ശരിയാക്കിയിട്ട് ഇനിയിപ്പോൾ ഇവിടെ തന്നെ ഒരു 2 ആഴ്ച വയ്ക്കേണ്ടി വരും. ഇതാണ് എൻ്റെ ബോഗൻവില്ലാസ് എല്ലാം. ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് കേട്ടോ എൻ്റെ കയ്യിൽ. ഒക്കെ ഞാൻ ഓൺലൈനിൽ 500-600 രൂപയൊക്കെ കൊടുത്തിട്ട് വാങ്ങിയിട്ടുള്ളത്. പിന്നെ നാടൻ ബോഗൻവില്ലയാണെന്നുണ്ടെങ്കിൽ എത്ര വെള്ളം വീണാലും കുഴപ്പമില്ല കേട്ടോ, അതങ്ങനെ തന്നെ നിൽക്കും. അങ്ങനെയാണ്. ഇപ്പം എൻ്റെ ചെടി കണ്ടത് ഇവിടെയൊക്കെ നിറച്ച് പൂവുണ്ടായിരുന്നതായിരുന്നു കേട്ടോ ആദ്യം എനിക്ക്. ഇപ്പോൾ മഴ പെയ്ത് കഴിഞ്ഞപ്പോൾ ഇതാണ് ഇപ്പോൾ എൻ്റെ ഗാർഡൻ്റെ കണ്ടീഷൻ കേട്ടോ. ഇപ്പോൾ പൂക്കളൊന്നും ഇല്ല, ഇപ്പോൾ ഇങ്ങനെ വെറുതെ നിൽക്കുകയാണ്. ഇനിയിപ്പോൾ ഒരു 2-3 മാസം കൂടി ഇനിയിപ്പോൾ കഴിയുമ്പോഴത്തേനും നമ്മൾ അടുത്തതിന് വേണ്ടിയിട്ടെല്ലാം ചെടികളെല്ലാം ശരിയാക്കി എടുക്കേണ്ടി വരും. ഇതൊക്കെ ഒരു 1-2 ചെടിയൊക്കെ മഴ നനയാണ്ട് നിന്നതിൻ്റെ ഒരു ഇത്തിരിയൊക്കെ പൂവുണ്ട്, അതാണ് ഈ കാണുന്നത് കേട്ടോ. പക്ഷെ ഇതൊക്കെ ആദ്യം ഉണ്ടായിരുന്നതായിരുന്നു, അപ്പം എല്ലാം പോയി. അപ്പം അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്നെ സപ്പോർട്ട് ചെയ്യണം. ഒരുപാട് തെറ്റുകളൊക്കെ ഉണ്ടാവും, ഞാൻ ഒരുപാട് വീഡിയോസൊന്നും ചെയ്ത് എനിക്ക് പ്രാക്ടീസ് ഇല്ല. അപ്പോൾ എല്ലാവരും കാണണം, ലൈക്ക് ചെയ്യണം, എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഓക്കെ, താങ്ക് യു വെരി മച്ച്.